എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഗുരുദേവന്റെ ചിജ്ജടചിന്തനം എന്ന കൃതിയെ ആസ്പദമാക്കിയാണ് നമ്മുടെ ചർച്ച. ചിജ്ജടചിന്തനം എന്ന പേര് തന്നെ നമ്മെ സത്യത്തിന്റെ വക്കിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. ചിത്ത, ബോധം, ജഡം, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ വിശകലനം ഈ രണ്ട് പദങ്ങളിൽ അടങ്ങുന്നു. ചിത്ത, ജഡം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയാറുള്ളത് പോലെ ബോധം, നാമം, രൂപം, ഈ മൂന്ന് വാക്കുകളിൽ ബ്രഹ്മാണ്ടങ്ങളുടെ രഹസ്യം അടങ്ങിയിരിക്കുന്നു. ബോധം വസ്തു, നാമം രൂപം, വസ്തുസത്തയില്ലാത്ത കാഴ്ച. അതിന് നിരവധി ദൃഷ്ടാന്തങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ. സ്വർണ്ണാഭരണങ്ങൾ, ആയിരം സ്വർണ്ണാഭരണങ്ങൾ നിരന്നിരിക്കുന്നു. ചിന്തിക്കുന്ന ഒരാൾക്ക് സ്വർണം, നാമം, രൂപം. സ്വർണം വസ്തു, നാമം രൂപം, വസ്തുസത്തയില്ലാത്ത ആഭരണങ്ങളുടെ കാഴ്ചകൾ. വള, മാല, മോതിരം, ഇങ്ങനെ പോകുന്നു. എണ്ണമറ്റ കാഴ്ചകൾ. അങ്ങനെയുള്ള എത്ര കാഴ്ചകൾ ഉണ്ടായിരുന്നാലും വസ്തു സ്വർണം. അറിയുന്നയാൾക്ക് ഉള്ളത് സ്വർണം. മറ്റു കാഴ്ചകൾ വെറും കാഴ്ചകൾ. അതിൽ കവിഞ്ഞ് ഒന്നുമില്ല. അതുപോലെയാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. ബോധം ജഡം, ബോധം വസ്തു, ജഡം നാമരൂപങ്ങൾ. ഈ ഫോർമുല ആവർത്തിച്ച് ചിന്തിക്കുക. അതാണ് ചിജ്ജട ചിന്തനം. നമുക്ക് ഈ കെമിസ്ട്രിയിലും മറ്റും പല ഫോർമുലകൾ പറയാറുണ്ടല്ലോ ശാസ്ത്രജ്ഞന്മാർ. വെള്ളം, ഓക്സിജൻ പ്ലസ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു വാട്ടർ. ഇതുപോലെയുള്ള അതിന് വളരെ സിമ്പിളായിട്ടുള്ള ഫോർമുല ഉണ്ട്. H2O ഈസ് ഈക്വൽ ടു വാട്ടർ. ആര് വേണോ ചന്ദ്രനിലോ ചൊവ്വയിലോ എവിടെ വേണോ പോയി ചിന്തിക്കട്ടെ, അവിടെയൊക്കെ പൊയ്ക്കോട്ടെ. ഈ ഫോർമുലയും കൂടെ കൊണ്ടുപോയിക്കോട്ടെ. അതിനെക്കുറിച്ച് ചിന്തിക്കുക. എന്താ ഈ ഫോർമുല? ബോധം, നാമം, രൂപം. ബോധം വസ്തു, നാമം രൂപം, ജഡം. ഈ ഫോർമുല ഇംഗ്ലീഷിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കോൺഷ്യസ്നസ് പ്ലസ് names and forms is equal to the universe. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്ന് ആധുനിക ശാസ്ത്രം പോലും സമ്മതിക്കുന്ന പ്രപഞ്ചം. പണ്ടേ നമ്മുടെ കുട്ടികൾ, ഇന്ത്യയിലെ കുട്ടികൾ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്ന് ആധുനിക ശാസ്ത്രത്തിന് പോലും സമ്മതം. അതിന്റെ മുഴുവൻ രഹസ്യമെന്താ? കോൺഷ്യസ്നസ് പ്ലസ് നെയിംസ് ആൻഡ് ഫോംസ്. തീർന്നു. ഇതാവർത്തിച്ച് ചിന്തിക്കുക. തച്ചിന്തനം, തത്കഥനം, അന്യോന്യം തത്പ്രബോധനം, ഏതദേകപരത്വം ച ബ്രഹ്മാഭ്യാസം വിദുർബുധ. തച്ചിന്തനം, ബോധം, ചിന്തിച്ചു നോക്കുക. നാമം, രൂപം. തത്കഥനം, തമ്മിൽ അതിനെക്കുറിച്ച് പറഞ്ഞു നോക്കുക. അന്യോന്യം തത്പ്രബോധനം, പരസ്പരം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക, വാദങ്ങൾ ഉന്നയിക്കുക. എതിർവാദങ്ങൾ പറ്റുമോ എന്ന് പരിശോധിച്ചു നോക്കുക. ഏതദേകപരത്വം, എന്നിട്ട് ബോധം. അനേകായിരം ആഭരണങ്ങളിരിക്കുന്നു സ്വർണം. അതുപോലെ സൂര്യചന്ദ്രന്മാർ, അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ ഉൾപ്പെട്ട അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ.
ബോധം തീർന്നു. ഇതാവർത്തിച്ച് ചിന്തിച്ചു നോക്കുക. ഏതദേകപരത്വം, അതിൽ തന്നെ ബുദ്ധി ഉറപ്പിക്കുക. ഇത് വളരെ ലളിതമാണ്. ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന വെള്ളം എന്ന് പഠിപ്പിച്ചു. എന്നിട്ട് ലാബറട്ടറിയിൽ പോയി അല്പം ഓക്സിജനും ഹൈഡ്രജനും ചേർത്ത് നോക്കി, വെള്ളം. ഈ ഫോർമുല തന്നെയാണ് ചന്ദ്രനിലോ ചൊവ്വായിലോ പോയി വലിയ സമുദ്രങ്ങൾ കണ്ടുപിടിച്ചാലും അതിൻ്റെ വെള്ളത്തിൻ്റെ ഫോർമുല ഇത് തന്നെ. അതുപോലെ നമ്മുടെ ഉള്ളിൽ ഇത് രണ്ടും ഉണ്ട്. ഓക്സിജനും ഹൈഡ്രജനും ലാബറട്ടറിയിലുണ്ട്, അതെടുത്ത് ചേർത്തു. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഞാനുണ്ട് എന്ന് ഉണ്ടെന്ന് അനുഭവിക്കുന്ന ബോധം, അതിനോട് ചേർത്ത് കുറെ നാമരൂപങ്ങൾ. ചിത്തം എന്ന് പറയുന്നത് ഈ നാമരൂപങ്ങളുടെ ഒരു പരമ്പരയാണ്. അപ്പോൾ ഞാനെന്ന ബോധം, ആ ബോധം ഇല്ലെങ്കിൽ ചിത്തമില്ല. ആചാര്യസ്വാമികൾ പറയും, ചിത്തം ജഡങ്ങളുടെ ഒരു പരമ്പരയാണ് ചിത്തം. അതിന്റെ കേന്ദ്രമായി നിൽക്കുന്നത് ബോധം, ഞാൻ എന്ന ബോധം. ആചാര്യസ്വാമികൾ പറയും, ഭാനുപ്രഭ സഞ്ജനിത പ്രപങ്ക്തി ഭാനം തിരോധായ വിജൃംഭത്തെ യഥാ ആത്മോത്ഥിതാഹങ്കൃതി ആത്മതത്വം തഥാ തിരോധായ വിജൃംഭത്തെ സ്വയം. ഭാനുപ്രഭ സഞ്ജനിത അപ്രപങ്ക്തി, സൂര്യന്റെ പ്രകാശത്തിൽ നിന്നും രൂപം കൊണ്ട മേഘം സൂര്യനെ മറയ്ക്കുന്നു. ഭാനം തിരോധായ, സൂര്യനെ മറച്ചുകൊണ്ട് വിജൃംഭത്തെ പെരുകുന്നു. അതുപോലെ ആത്മപ്രഭ സഞ്ജനിത അഹങ്കൃതി, ഞാൻ എന്ന ഒരു പ്രതിഭാസം, ജീവൻ, നമ്മുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന ഞാൻ ഒക്കെ നമ്മുടെ ഉള്ളിലിരിക്കുകയല്ലേ. ഇതെവിടുന്നുണ്ടായി? എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധത്തിൽ നിന്നുണ്ടായി. വേറെ എവിടെ ഉണ്ടാവാൻ? ഈ ബോധം എന്ന് കേൾക്കുമ്പോൾ, ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന് വെള്ളം എന്ന് കേൾക്കുമ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ പരിശോധിക്കുന്നു. അത് പക്ഷേ എവിടെ എത്രയെത്ര സമുദ്രങ്ങളുണ്ടോ അതിലൊക്കെ ഉള്ള ജലത്തിന്റെ ഫോർമുലയാണിത്. ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ പരിശോധിച്ച് തീരുമാനിക്കുന്നത്. അതുപോലെ എവിടെയൊക്കെ എത്ര കോടി പ്രപഞ്ചങ്ങളുണ്ടോ അതിൻ്റെ ഒക്കെ ഫോർമുലയാണ് നമ്മൾ നമ്മുടെ ഉള്ളിൽ പരീക്ഷിച്ച് ഒന്ന് നോക്കുന്നത്. അപ്പോൾ സൂര്യന്റെ പ്രഭയിൽ രൂപം കൊണ്ട മേഘം സൂര്യത്തെ മറയ്ക്കുന്നു. ഭാനുപ്രഭ സഞ്ജനിത അപ്രപങ്ക്തി ഭാനും തിരോധായ, സൂര്യനെ മറച്ചിട്ട് എന്താ ചെയ്യുന്നത്? അതങ്ങനെ കാർമേഘ പടലങ്ങളായി പെരുകുകയാണ്. അതുപോലെ ആത്മപ്രഭ സഞ്ജനിത അഹങ്കൃതി, ആത്മപ്രഭയിൽ നിന്നും എങ്ങും നിറഞ്ഞ് നിശ്ചലമായി നിൽക്കുന്ന ബോധത്തിൽ നിന്നും ഒരു ഞാൻ, അഹങ്കൃതി, ആത്മതത്വം തിരോധായ, ആത്മതത്വത്തെ മറച്ചുകൊണ്ട്, ആ ബോധത്തെ മറച്ചുകൊണ്ട് വിജൃംഭത്തെ, അതിങ്ങനെ പെരുകുകയാണ്. നമുക്ക് തന്നെ വ്യക്തമായി ചിന്തിച്ചാൽ അത് കാണാൻ കഴിയും. ഞാൻ, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഞാൻ എവിടുന്നുണ്ടായി? ബോധത്തിൽ നിന്ന്, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധത്തിൽ നിന്ന്. അറിവിലിരുന്നൊരഹന്ത ആദ്യമുണ്ടായി വരും. ഗുരുദേവൻ ആത്മോപദേശത്ത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അറിവ് ബോധം, ബോധത്തിൽ നിന്ന് അറിവിലിരുന്നൊരു അഹന്ത ഞാൻ ആദ്യമുണ്ടായി വരും. ആദ്യം അതുണ്ടാകുന്നു. അത് എങ്ങനെ ഉണ്ടാകുന്നു? അതൊക്കെ അവനവനിലുണ്ടല്ലോ അഹം. അതിനെ പിന്തുടരുന്ന പരിശോധിച്ചു നോക്കണം. അതാണ് ചിജ്ജട ചിന്തനം.
ഈ അഹം മുതൽ ജഡമാണ്. എന്താ അഹം? ശബ്ദമുച്ചരിച്ചാണ് ഞാൻ. ശബ്ദം ആണ് ആദ്യത്തെ ജഡം. ആദ്യത്തെ ജഡം അഥവാ നാമരൂപം ഈ ഞാൻ എന്ന സങ്കല്പമാണ്, എനർജിയുടെ സ്പന്ദനം. അപ്പോൾ ഈ ഞാൻ ഉണ്ടായിട്ട് അത് പിന്നെ പെരുകുകയാണ്. ഞാൻ ഉണ്ടായി, അപ്പൊ ഞാൻ മാത്രം. ആ ഞാൻ കുറേശ്ശെ പെരുകുന്നു, ബുദ്ധിയായി ആദ്യം പെരുകുന്നു. മോഡേൺ സയൻസ് നോക്കിയാലും അതാണ് എനർജിയുടെ സ്പന്ദനം. അത് പെരുകുന്നു. എങ്ങനെ പെരുകുന്നു? ഫണ്ടമെന്റൽ എലമെന്റ്സായി പെരുകുന്നു. ഇതെങ്ങനെ എനർജി സ്പന്ദിച്ച് ഇപ്പൊ എത്ര 106 അധികം ഫണ്ടമെന്റൽ എലമെന്റ്സ് ഉണ്ടെന്നാണല്ലോ ആകെ ഉള്ള പ്രപഞ്ചത്തെ ഉണ്ടാക്കിയിരിക്കുന്ന ഫണ്ടമെന്റൽ എലമെന്റ്സ്, അടിസ്ഥാന തത്വങ്ങൾ. ഈ എനർജി എങ്ങനെ അടിസ്ഥാന തത്വങ്ങളായി? അതൊന്നും ചോദിക്കരുത്, അതൊന്നും ഒരു ശാസ്ത്രജ്ഞനും നിശ്ചയമില്ല. എനർജി അടിസ്ഥാന തത്വം ജഡം പെരുകുന്നതാണ്. ജഡം പെരുകുന്നു, ഞാൻ പെരുകുന്നു. എങ്ങനെ? ബുദ്ധിയായി പെരുകുന്നു. ചില നിശ്ചയങ്ങൾ, തീരുമാനങ്ങളൊക്കെ എടുത്ത് ബുദ്ധിയായി. അന്ധക്കരണം 4 ഘടകങ്ങളല്ലേ? ബുദ്ധി, മനസ്സ്, ചിത്തം, അഹം, ഞാൻ. അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ചിത്തം. അഹങ്കാരമാണ് ആദ്യം. അത് ബുദ്ധിയായി പെരുകി. ചില തീരുമാനങ്ങളൊക്കെ എടുത്തപ്പോൾ ബുദ്ധിയായി. ബുദ്ധി തീരുമാനങ്ങൾ നടപ്പാക്കാൻ നിരവധി സങ്കല്പങ്ങൾ. ഇതൊക്കെ നമുക്ക് അല്പം ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഞാൻ ഒരു വീട് വയ്ക്കണം എന്ന് തീരുമാനിച്ചു. തീരുമാനിച്ച അവസ്ഥയിലായപ്പോൾ ഞാൻ ബുദ്ധിയായി പെരുകി. ആ ബുദ്ധി വീട് വയ്ക്കണം എന്ന ബുദ്ധി രൂപപ്പെട്ടപ്പോ പിന്നെ നിരവധി സങ്കല്പങ്ങൾ. ആ വീട്ടിന്റെ പ്ലാനായി, അതിന് എന്നെല്ലാം കല്ല് വേണം, കരിക്കല്ല് വേണം ഒക്കെ പിന്നെ ഞാൻ പറയണ്ടല്ലോ. എന്തെന്തെല്ലാം ചിന്തകൾ, സങ്കല്പങ്ങൾ. സാറേ ഇതൊക്കെ വേണ്ടേ സാറേ? വേണ്ടെന്നാര് പറഞ്ഞു? ഇതൊക്കെ വേണ്ട എന്ന് പറഞ്ഞാലും നടക്കില്ല. അതുണ്ടായേ പറ്റൂ. അതാണ് സംസാരം. അല്ല വേണ്ട എന്ന് ഒരു വേദാന്തി പറയുകയാണെങ്കിൽ ഒന്നും വേണ്ട എന്ന് ആർക്ക് നടപ്പാക്കാൻ പറ്റും? പക്ഷേ ഇതൊക്കെ എന്താ? ബോധത്തിൽ നിന്നും രൂപം കൊണ്ട ഞാൻ ബോധം തന്നെ. വേറെ എന്താവാൻ പറ്റും? എനിക്ക് കുറച്ച് ആഭരണങ്ങൾ ഉണ്ടാക്കണം. സ്വർണം, ഒരു കെട്ട സ്വർണം കിട്ടി, കുറച്ച് വള, മാല ഒക്കെ ഉണ്ടാക്കണം. അതാദ്യം ആ കട്ടയെ തകിടാക്കി. തകിടാക്കിയപ്പോ സ്വർണം തന്നെ. സ്വർണത്തിൽ നിന്നും രൂപപ്പെടുന്ന തകിട് സ്വർണം തന്നെയാണ്. ആ തകിടിനെ പിന്നെ കമ്പിയാക്കി. നാമരൂപങ്ങൾ ഇങ്ങനെ മാറി മാറി വരികയാണ്. പക്ഷെ അവിടെ ഒന്നും സ്വർണത്തിന് യാതൊരു കേടുമില്ല. സ്വർണം തന്നെ. സ്വർണമല്ലാതെ എന്താ? കമ്പിയാക്കിയിട്ടത് മാലയാക്കണം, മുത്തുകളാക്കി നാമരൂപം. സ്വർണം നാമരൂപം മാറി മാറി വരുന്നു. അത് മാറാതെ പറ്റില്ലല്ലോ. പക്ഷെ അവിടെയൊക്കെ സ്വർണം തന്നെ, മുത്തുകൾ സ്വർണം തന്നെ. മുത്തുകളുടെ ഒരു മാലയായി, അപ്പോഴോ സ്വർണം തന്നെ. അതുപോലെ ഇവിടെ ഞാൻ എന്ന നാമരൂപം ആദ്യമുണ്ടായി. അത് വീട് വയ്ക്കണമെന്ന് തീരുമാനിച്ചു. ആ തീരുമാനം ഞാനെന്ന നാമരൂപം ബോധം തന്നെ. എന്താ? ബോധത്തിലുണ്ടായ നാമരൂപമാണ്. അത് ബോധമല്ലാതെ മറ്റെന്താവാൻ പറ്റും? ബുദ്ധി. അത് നിരവധി സങ്കല്പങ്ങൾ. വീട് വയ്ക്കണം, ഇത് വീട് വയ്ക്കണം എന്ന ഒരു നിശ്ചയം. അതുപോലെ എത്ര നിശ്ചയമാണ് ബുദ്ധിയിൽ രൂപം കൊള്ളുന്നത്. ആ നിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിൽ എണ്ണമില്ലാത്ത സങ്കല്പങ്ങൾ ഒക്കെ ജഡനാമരൂപങ്ങളാണ്. ഓരോ നിശ്ചയത്തിനും അനേകം സങ്കല്പങ്ങൾ മനസ്സായി.
ഞാൻ തന്നെ മനസ്സായി, അത് ചിത്തമായി, അത് പലതരം വികാരങ്ങൾ കൊണ്ട് എനിക്ക് വീട് വയ്ക്കണം എന്ന ചിന്ത വന്നപ്പോൾ തന്നെ മറ്റൊരാളിന്റെ വീടിനെ കുറിച്ച് ചിന്തിക്കുന്നു, അയാളോടൽപ്പം അസൂയ, വിദ്വേഷം, അങ്ങനെ പോകുന്നു. നിരവധി ചിന്തകൾ. ചിത്തം അന്ധക്കരണം രൂപം കൊണ്ടു ജഡം വിജൃംഭത്തെ ആത്മോത്ഥിതാഹങ്കൃതി ആത്മതത്വം സദാ തിരോധായ വിജൃംഭത്തെ പെരുകുന്നു. മോഡേൺ സയൻസിന് ഇത് തന്നെ ഫണ്ടമെന്റൽ എലമെന്റ്സ്. ആ ഫണ്ടമെന്റൽ എലമെന്റ്സ് അമീബയായി, പിന്നെ അങ്ങോട്ട് പെരുകി ബ്രഹ്മാണ്ഡമായി, ഭൂമിയായി, സൂര്യനായി, ചന്ദ്രനായി ഒക്കെ പെരുകുന്നു. ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുന്നു? ഇതിലൊക്കെ വ്യാപിച്ചു നിൽക്കുന്ന ബോധത്തെ മറച്ചു കളയുന്നു വാസ്തവത്തിൽ. പക്ഷെ ചിന്തിക്കുന്ന ഒരാൾക്ക് ബോധമല്ലാതെ മറ്റൊന്നുമില്ല. ബോധത്തിൽ നിന്നുണ്ടായ ബ്രഹ്മാവെന്ന് പറഞ്ഞാൽ കോസ്മിക് മൈൻഡ്, ഒരു വിശ്വമനസ്സ് തന്നെ രൂപം കൊള്ളുകയാണെങ്കിലല്ലേ. ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ശരീരമൊക്കെ രൂപം കൊള്ളാൻ നമ്മുടെ ഉള്ളിലുള്ള ഒരു കൊച്ചു മനസ്സ്, അതുപോലെ അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങൾക്ക് രൂപം കൊള്ളണമെങ്കിൽ, ബ്രഹ്മാണ്ഡം എന്ന് പറഞ്ഞാൽ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു സൗരയൂഥം, അതിനൊക്കെ രൂപം കൊള്ളണമെങ്കിൽ അത്രയും അധികം നാമരൂപങ്ങൾ, അവിടെയൊക്കെ ഈ ബോധമുണ്ടായേ പറ്റൂ. എന്തെന്തെല്ലാം ആഭരണങ്ങൾ എവിടെയെല്ലാം രൂപം കൊള്ളണമോ അവിടെയെല്ലാം സ്വർണമുണ്ടായേ പറ്റൂ. അല്ലെങ്കിൽ സമുദ്രത്തിൽ തിരകളും കുമിളകളും ഉണ്ടാകുന്നു, നാമരൂപങ്ങൾ. ഇതൊരു കുമിളയുണ്ടായി, അത് തിരയായി മാറി, വിജൃംഭത്തെ നാമരൂപം പെരുകുന്നു. കുമിളയായി മാറി, അത് തിരയായി മാറി, തിര ഒടുവിൽ മഞ്ഞുകട്ടയായി മാറി, നല്ല കരിങ്കല്ല് പോലുള്ള മഞ്ഞുകട്ട. അത് ചില മഞ്ഞുകട്ടയൊക്കെ ഇടിച്ചാൽ പോലും അത് ഭേദിക്കില്ല, അത്ര ഉറപ്പാണ്. കണ്ടാൽ വെള്ളമാണെന്ന് തോന്നില്ല. അതുപോലെയാണ് ഈ മാറ്റർ. ആദ്യ എനർജി പ്രാണനായി, ഇതിനെല്ലാം വേദാന്തത്തിലും വാക്കുകളുണ്ട്. എനർജി പ്രാണനായി സ്പന്ദിച്ചു, ആ പ്രാണൻ പിന്നെ ചിത്തമായി, മനസ്സായി, ബുദ്ധിയായി പെരുകി, ഒടുവിൽ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളുമായി ഈ ശരീരമായി, ശുദ്ധജഡമായ ശരീരമായി. ഈ ശരീരമൊക്കെ ബോധമാണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പെട്ടെന്ന് പിടികിട്ടും. പക്ഷെ ചിന്തിക്കണം, ചിജ്ജള ചിന്തനം, ചിന്തിക്കണം. എവിടുന്നുണ്ടായി? ഞാൻ എവിടുന്നുണ്ടായി? ബുദ്ധി എവിടുന്നുണ്ടായി? ഒക്കെ ബോധം. പ്രപഞ്ച മനസ്സ് തന്നെ എവിടുന്നുണ്ടായി? വാസിഷ്ഠം പറയുന്നേ, ചിന്മാത്ര കൽപ്പിതോ വേദാഹ, ബോധത്തിൽ നിന്നും ഉണ്ടായ വിശ്വമനസ്സ്, കൽപ്പനകൾ. ചിന്മാത്ര കൽപ്പിതം, ബോധത്തിൽ കൽപ്പിതങ്ങളാണ്. അതുകൊണ്ട് ചിദേവ, ബോധം തന്നെ. എത്ര വലിയ ഡിസൈനോടുകൂടി അതിമനോഹരമായ ഒരു രൂപസങ്കല്പം സ്വർണത്തിലുണ്ടായാലും സ്വർണം തന്നെ, വേറൊന്നാകാൻ പറ്റില്ല. ചിന്മാത്രകൽപ്പിതോ വേദാഹ ചിദേവേദി വിനിശ്ചിത, അത് ബോധം തന്നെ എന്ന തീരുമാനം. ആ ബ്രഹ്മാവ് ഉണ്ടാക്കിയതാണ് പ്രപഞ്ചം. തന്മാത്ര ജനിത സൃഷ്ടി. ആ ബോധത്തിൽ, ആ ബ്രഹ്മാവിൽ നിന്നുണ്ടായ സൃഷ്ടി ബോധം തന്നെ. തന്മാത്ര ജനിത സർഗ, അതിലുണ്ടായതായ സൃഷ്ടി. തദാത്മക, അത് തന്നെ. ഇത് സ്ഥിതി. ഇത് എത്ര എളുപ്പം. ബോധത്തിലുണ്ടായ നാമരൂപം ബോധത്തെ മറച്ചുകൊണ്ട് പെരുകുന്നു. ഞാൻ എന്ന ആ അഹം, ജീവൻ,
ആത്മോത്ഥിതാഹങ്കൃതി ആത്മതത്വം തഥാ തിരോധായ വിജൃംഭത്തെ സ്വയം പെരുകുന്നു. ഏതുവരെ പെരുകി? കർമ്മേന്ദ്രിയങ്ങളായി, ജ്ഞാനേന്ദ്രിയങ്ങളായി, ശരീരമായി. ഒരു ശരീരം രൂപം കൊണ്ടപ്പോൾ അതുപോലെ രൂപം കൊണ്ട കോടിക്കണക്കിന് ശരീരങ്ങൾ എന്ന് പറഞ്ഞാൽ അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള ശരീരങ്ങൾ. അത് തന്നെ എത്ര? ഇപ്പോ ആരോ മെനയാന്നോ മറ്റോ തന്നെ എന്നോട് പറഞ്ഞു, ഈ അടുത്ത കാലത്തൊരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു പോലും ഇതൊക്കെ നമ്മൾ എന്നേ പറഞ്ഞ കാര്യങ്ങൾ. അനേകം ഗാലക്സികൾ പുതുതായിട്ട് ഇങ്ങനെ കാണപ്പെടുന്നു. ഗാലക്സികൾ, ഗാലക്സി എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്ര സമൂഹം വെച്ചാൽ കോടിക്കണക്കിന് സൂര്യന്മാർ, ചന്ദ്രന്മാർ ഒക്കെ ഉൾപ്പെടുന്ന സൗരയൂഥങ്ങൾ ഒക്കെ കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനിക്കുന്നില്ല. ഇത് എവിടെ തുടങ്ങി? പുറമേ ഇനി ഗാലക്സികളിലൊക്കെ ഓടി നടന്നാലും എവിടെ തുടങ്ങി എന്ന് പിടിയിട്ടില്ല. ലോകത്തുള്ള എല്ലാ സമുദ്രങ്ങളെയും അളന്ന് വറ്റിച്ചാലും വെള്ളത്തിന്റെ രഹസ്യം പിടികിട്ടണമെങ്കിൽ ലാബറട്ടറിയിൽ ഓക്സിജനും ഹൈഡ്രജനും അങ്ങോട്ട് ചേർത്ത് നോക്കുക. വെള്ളം H2O is equal to water. ഏത് സമുദ്രത്തിലോ പോയി പരിശോധിച്ച് നോക്കുക. ഇതാണ് ഈ പ്രപഞ്ചത്തിന്റെയും രഹസ്യം. കോൺഷ്യസ്നെസ് പ്ലസ് നൈംസ് ആൻഡ് ഫോംസ്. ഈ ഫോർമുല കുറിച്ചിടുക. ബോധം, നാമം, രൂപം. ഏത് ചന്ദ്രനിലോ ഏത് സൂര്യനിലോ പോയി അത് പരീക്ഷിച്ചു നോക്കുക. അതിൽ കവിഞ്ഞ നാലാമതൊരു ഘടകം കാണില്ല. ബോധം, നാമം, രൂപം. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും ഒരുപക്ഷെ പിടികിട്ടുന്നില്ലെങ്കിലും ചിന്തിക്കുക. തത്ചിന്തനം, തത്കഥനം, അന്യോന്യം തത്പ്രബോധനം. ഇത് യുക്തി പരിശോധിച്ചു നോക്കുക, വാദപ്രതിവാദങ്ങൾ നടത്തി നോക്കുക. പക്ഷെ സത്യമറിയാൻ വേണ്ടിയായിരിക്കണം. ഇത് നിഷേധിക്കാൻ ലോകത്തൊരു ചിന്തകനും ഒരു ശാസ്ത്രജ്ഞനും സാധ്യമല്ല. വാസ്തവത്തിൽ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ഇത്ര ലളിതമായ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ രഹസ്യം ഉൾപ്പെടുന്ന ഇത്ര ലളിതമായ ഒരു ഫോർമുല ഇരിക്കെ ഞാനുണ്ടാക്കിയതൊന്നുമല്ല, ഉപനിഷത്തുണ്ടാക്കിയ ഫോർമുല. സൃഷ്ടിർനാമ ബ്രഹ്മരൂപേ സച്ചിദാനന്ദ വസ്തുവിനി. സൃഷ്ടിയെന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്വരൂപമായ ആ സച്ചിദാനന്ദ വസ്തുവിൽ, ബോധവസ്തുവിൽ സച്ചിദാനന്ദം എന്നൊന്നും കേട്ടാൽ പേടിക്കണ്ട. ബോധം അല്ലെങ്കിൽ ആനന്ദം എന്നേതെങ്കിലും ഒരു വാക്ക് എടുത്താൽ മതി. അത് മൂന്നും ഒന്ന് തന്നെ. സത്വ, ചിത്ത, ആനന്ദം മൂന്നും ഒന്ന് തന്നെയാണ്. ഉമ്മ, ബോധം, ആനന്ദം. നമുക്കറിയാൻ വേണ്ടി മൂന്ന് വാക്കുകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഈ സച്ചിദാനന്ദ വസ്തുവിൽ അർത്ഥവും ഭേദാധിപത്. സമുദ്രത്തിൽ കുമിള, പത, തിര, മഞ്ഞുകെട്ടി, ഈ ധ്രുവങ്ങളിൽ ചെന്ന് നോക്കിയാൽ സമുദ്രമൊക്കെ നല്ല കട്ടിപിടിച്ച് പാറ പോലെ ഇങ്ങനെ കട്ടിപിടിച്ച് മഞ്ഞുകട്ടയായിട്ട് കിടക്കുകയാണ്. പക്ഷെ വെള്ളമല്ലാതെ വേറെ വല്ലതുണ്ടോ? അർത്ഥവും ഭേദാധിപത് സർവ നാമരൂപപ്രസാരണ. നാമരൂപങ്ങൾ പ്രസാരണ. വന്നും പോയി മരിക്കുക, വന്നും വരിക, പോവുക, വീണ്ടും വരും. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ നാമരൂപങ്ങൾ വീണ്ടും വരും, വീണ്ടും മറയും. പക്ഷെ അവിടെയൊക്കെ വസ്തു എന്താ? ബോധം. ബോധമല്ലാതെ മറ്റൊരു വസ്തുവില്ല. ഗുരുദേവൻ പറയുള്ളൂ ആത്മോപദേശതലത്തിൽ, കടലിലെഴും തിര പോലെ. കടലിലിങ്ങനെ തിരകൾ വരുന്നു. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്കിവിടെ കാര്യങ്ങൾ, ആര് ജനിക്കുകയോ മരിക്കുകയോ കല്യാണം കഴിക്കുകയോ യുദ്ധം ചെയ്യുകയോ അങ്ങനെ ചാവേർപ്പടകളോ ഒക്കെ നടക്കട്ടെ. കിലാല വൈ വനല കോലാഹലം ഭുവനം.
എന്ത് രസമായി പറഞ്ഞു വച്ചിരിക്കുന്നു ഗുരുദേവൻ. കീലാല വൈവനല കോലാഹലം, പഞ്ചഭൂതങ്ങൾ കിട്ടുന്നൊരു കോലാഹലം. പക്ഷെ എന്താ? ആലാപം മാത്രം, കുറെ നാമരൂപങ്ങൾ. അതിൽ കവിഞ്ഞിവിടെ ഒന്നുമില്ല. ബാക്കിയൊക്കെ നടക്കട്ടെ. മരിക്കും, സൂക്കേട് വരും, കുറെ കരയാം, നിലവിളിക്കാം, നെഞ്ചിലടിക്കാം, ഒരു വിരോധവുമില്ല. പക്ഷെ എന്താ ഉള്ളത്? ബോധവും കുറച്ച് നാമരൂപങ്ങളും. ഒരു കുഴപ്പവും ബോധത്തിന് വസ്തുവിന് വന്നിട്ടില്ല. നാമരൂപങ്ങൾ വരുന്നു, മറയുന്നു, വീണ്ടും വരുന്നു, മറയുന്നു. ബ്രഹ്മരൂപേ സച്ചിദാനന്ദ വസ്തുവിന് അർത്ഥവുഭേനാദിവത് സർവ നാമരൂപപ്രസാരണ. നാമരൂപങ്ങൾ വരുന്നു, പോകുന്നു, വരുന്നു, പോകുന്നു, ആവർത്തിക്കുന്നു. അർജുന, ആ ബ്രഹ്മഭുവനാൻ ലോകാഹ പുനരാവർത്തിനു അർജുന. ബ്രഹ്മാവ് മുതൽ അമീബ വരെ നാമരൂപങ്ങൾ, സ്വർണത്തിലെ നാമരൂപങ്ങൾ ആവർത്തിക്കും. വീണ്ടും വരും, വീണ്ടും മാല ഉണ്ടാക്കും, വീണ്ടും വളരുണ്ടാക്കും. ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കടലിലെഴും തിര പോലെ കായം ഓരോന്നുടനുടനേറി ഉയർന്നമർന്നിടുന്നു. സൂര്യചന്ദ്രന്മാർ ഉയരുന്നു, അമരുന്നു. കടലിൽ തിരകളും കുമിളകളും മഞ്ഞക്കട്ടയും ഒക്കെ രൂപം കൊള്ളുന്നത് പോലെ എല്ലാം വെള്ളത്തിന്റെ നാമരൂപങ്ങൾ. മുടിവിതിനെങ്ങ് ഇത് ഇന്ന് അവസാനിക്കാൻ? കടലുള്ളിടത്തോളം തിരയും മഞ്ഞക്കട്ടയും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. മുടിവിതിനെങ്ങ് ഇതു ഹന്ത ആശ്ചര്യം. മൂലസംവിത്കടലിൽ, ആ പരമമായ ബോധസമുദ്രത്തിൽ അജസ്രവുമുള്ള കർമ്മമത്രേ. എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മമാണ് നാമരൂപം. കർമ്മമാണ് ജഡം. ബോധം നിശ്ചലം നിൽക്കുന്നു. അതിലിങ്ങനെ ഒരു ഇന്ദ്രജാല പ്രക്രിയ പോലെ, ഒരു വെറും സ്വപ്നം പോലെ ഈ നാമരൂപങ്ങൾ വരുന്നു, പോകുന്നു. ഇതിനെവിടെ അവസാനം? ഇതിനെ അങ്ങനെ മാറ്റിമറിക്കാനൊന്നും ആർക്കും സാധ്യമല്ല. ഇവിടെ മാറ്റിമറിച്ചൊക്കെ സൂക്ഷിച്ചുകളയാം. നാമരൂപങ്ങളെയൊക്കെ അവനവന്റെ ഇഷ്ടം പോലെയൊക്കെ മാറ്റി ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒന്നും. ഈ ഇതിനെങ്ങ് ഇതു ഹന്ത ആശ്ചര്യം. മൂലസംവിത്കടലിൽ അജസ്രവുമുള്ള കർമ്മമത്രേ. കർമ്മമാണ് ഈ നാമരൂപ ആവിർഭാവ പ്രക്രിയ. അത് വരും പോവും, അതും വരും പോവും. ഒരു കുഴപ്പവും ഇവിടില്ല. ഇതറിയുക. അറിഞ്ഞുകൊണ്ട് ഈ നാമരൂപ പ്രക്രിയയിൽ കളിക്കുക. നല്ലവണ്ണം അറിഞ്ഞാൽ കരയാതെ കളിക്കാം, അത്രയേ ഉള്ളൂ. കാരണം ഇവിടെ ഒരു കുഴപ്പമില്ല. പക്ഷെ നല്ലവണ്ണം അറിയാതിരുന്നാൽ കരഞ്ഞുകൊണ്ടും വിളിച്ചുകൊണ്ടും നെഞ്ചിലടിച്ചുകൊണ്ടും ആത്മഹത്യ ചെയ്തുകൊണ്ടും ഈ നാമരൂപ പ്രക്രിയകളിൽ വരാൻ പോവാം. ഇത് വ്യക്തമായി ഈ സത്യം ഒന്ന് പിടികിട്ടിയിരുന്നല്ല സാരമില്ല. ആത്മഹത്യയോ ഒരു സാരവുമില്ല നടക്കും. ഒരു ആത്മഹത്യ വലിയ കുഴപ്പമാണല്ലോ. ഒരു കുഴപ്പമില്ല. ഇവിടെ ഗവൺമെന്റ്, കേരള ഗവൺമെന്റിന്റെ അടുത്തൊരാൾ വന്നിരുന്നേ, സാർ നമുക്ക് ഈ ആത്മഹത്യ ഒന്ന് തടയാനെന്താ മാർഗം? എന്താ മാർഗം? ഈ സത്യം അറിയൂ, ഇവിടെ ഒരു കുഴപ്പമില്ല. ഇതിപ്പോ തടഞ്ഞിട്ടും ഞാൻ ചോദിക്കട്ടെ, കുറച്ചു പേര് ആത്മഹത്യ, അവർ രക്ഷപ്പെട്ടു. ഈ നാമരൂപ പ്രക്രിയകളിൽ കിടന്ന് മറത്തടിക്കാതെ അവർ രക്ഷപ്പെടുന്നു. അവർ രക്ഷപ്പെടാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ എന്താ കുഴപ്പം? ഇപ്പോ പണ്ടുണ്ടായിരുന്നു ആത്മഹത്യ. ഈ ലോകമുണ്ടായ കാലം മുതൽ ഇതൊക്കെ ഉണ്ട്. അതിനെന്താ ഇപ്പൊ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ തടയണ്ടെന്നാണോ സാർ പറഞ്ഞത്? പറഞ്ഞാ നടക്കുമോ? തടയാനുള്ള ശ്രമം നടക്കും, പക്ഷെ നടക്കേണ്ടത് നടക്കും. ആർക്കും ഒന്നും തടയാനൊക്കില്ല. തടയുക എന്നുള്ളതും ഈ സംസാര കോലാഹലത്തിന്റെ ഒരു ഏർപ്പാടാണ്. അതൊന്നും ആർക്കും തടയാനൊക്കില്ല. നമുക്ക് ചെയ്യാവുന്നത് ഇതറിയുക. അറിഞ്ഞാൽ എന്താ ഗുണം? ദുഃഖം ഒഴിവാക്കുകയല്ലേ എല്ലാവരുടെയും ലക്ഷ്യം. എല്ലാവരുടെയും ലക്ഷ്യം ദുഃഖം ഒഴിവാക്കുക.